സൗദി ബാലൻ മരിച്ച കേസിൽ 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു. കേസ് ഇന്ന് കോടതി പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല. രണ്ടാഴ്ചയ്ക്ക് ശേഷം വിധി പറയുമെന്ന് ഇന്നത്തെ സിറ്റിംഗിന് ശേഷം കോടതി അറിയിച്ചു. ലോക മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി തടവിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുന്നത്. എന്നാൽ വീണ്ടും പ്രതീക്ഷ രണ്ടാഴ്ചയ്ക്കപ്പുറത്തേക്ക് നീളുകയാണ്. എല്ലാവർക്കും നിരാശ സമ്മാനിക്കുന്ന നടപടിയാണ് റിയാദ് ക്രിമിനൽ കോടതിയിൽ നിന്നുണ്ടായത്. കേസ് പരിഗണിച്ച കോടതി വിധി പറയാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെന്നും മോചനം വൈകുന്നതിൽ സങ്കടമുണ്ടെന്നും അബ്ദുൾ റഹീമിന്റെ മാതാവ് പറഞ്ഞു. ഇവിടുന്ന് വരും കഴിച്ചിടാമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പോകുന്നത്. ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തെങ്ങനെ നീട്ടുന്ന കാക്കൊന്നുകൂടി തോന്നിപ്പം ചോദിച്ചു നോക്കി. ഇവിടെ ഒന്നും ഇവിടെ ഇത്രയും പെട്ടെന്നൊന്ന് കഴിച്ചിലാക്കി തരാൻ പറ്റും. ഞാനവിടെ നിൽക്കട്ടെ ആദ്യം ജോലി നിങ്ങളും കൂടെ നിങ്ങളെ മോനും അവിടെ എത്തും, നിങ്ങൾ മുന്നിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ എത്ര കാലമായിട്ട് പിന്നെ അവിടെ ഇട്ട് ഇങ്ങനെ 34 കോടി രൂപ ദയാധനം സ്വീകരിച്ച് കുടുംബം മാപ്പ് നൽകിയതോടെയാണ് ജൂലൈ 2 അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ സൗദി സുപ്രീം കോടതി റദ്ദാക്കിയത്. തുടർന്ന് മോചന ഹർജി കഴിഞ്ഞ മാസം പരിഗണിച്ചുവെങ്കിലും വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ മോചന ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ടെന്ന സാങ്കേതിക കാരണത്താൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇതോടെയാണ് ഇന്ന് വാദം കേൾക്കാൻ സമയം അനുവദിച്ചത്. റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ-അബർ, റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ, ഇന്ത്യൻ എംബസി പ്രതിനിധി യൂസിഫ് കാക്കഞ്ചേരി എന്നിവരാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും വധശിക്ഷ റദ്ദാക്കിയിട്ട് 6 മാസത്തോളമായെന്നും ഇനിയും മോചനം നേടുന്നത് സഹിക്കാൻ കഴിയുന്നതല്ലെന്നും അബ്ദുൾ റഹീമിന്റെ സഹോദരൻ നസീർ പറഞ്ഞു. പ്രതീക്ഷയിലായിരുന്നു. നമ്മളിപ്പോൾ ഞാനും ഉമ്മയും അവിടെ റിയാദിൽ പോയിട്ട് അനിയനെ റഹീമിനെ കണ്ട് ഇന്ന് തിരിച്ചു വന്നതാണ്. നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു. എന്താ പറയുക, റിലീസ് ഓർഡർ ഇന്ന് ഉണ്ടാവും, ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കും എന്നൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയ വിവരങ്ങൾ. പക്ഷെ ഇപ്പം സിറ്റിംഗ് 11 മണിക്ക് എടുത്തു. ഇപ്പം വന്ന വാർത്ത 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു എന്നാണ്. അതിൻ്റെ കാരണം റീസൺ എന്താണെന്നുള്ളത് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന് വൈകിട്ടോ അല്ലെങ്കിൽ നാളത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് കമ്മിറ്റീൻ്റെ അറിയിപ്പാണ് നമുക്ക് കിട്ടിയത്. 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ്. ഹൗസ് ഡ്രൈവറായി സൗദിയിലെത്തി 1 മാസത്തിനകമാണ് അബ്ദുൾ റഹീം കൊലക്കേസിൽ പ്രതിയായി കസ്റ്റഡിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.